ഇന്ന് ഒരു ഫാമിലി ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. അതായത് ഞങ്ങൾ ജിദ്ദ ടു തായിഫ് വരെ ഒന്ന് പോവാണ്. അപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം ലോങ് ട്രിപ്പുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു ലോങ് ട്രിപ്പാണ്. അത് 2 മണിക്കൂറാണ് ജിദ്ദ ടു തായിഫ് ഉള്ളത്. 1 മണിക്കൂർ മക്ക, പിന്നെ 1 മണിക്കൂർ മക്കത്ത് നിന്ന് 1 മണിക്കൂർ തായിഫ്, അങ്ങനെയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സിസ്റ്റർ 2 മക്കളും എൻ്റെ കൂടെ ഉണ്ട്. ഒരാൾ പിന്നെ മക്ക എത്തിയപ്പോൾ അവിടെ മറ്റേ വണ്ടിയിൽ തന്നെ മാറി കയറി. ഇപ്പോൾ ഞങ്ങളിതാ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോൾ മക്കൾ മാത്രമല്ല, നമ്മൾ വലിയവരൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ സിസ്റ്റർ മോള് ജിഷു ഓള് ഹായ് ഒക്കെ തരുന്നുണ്ട്. ജെറിക്കുട്ടനും ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മൾ മക്ക കഴിഞ്ഞു. ഇപ്പോൾ മക്ക ബോർഡർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുരം സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് തായിഫിലേക്ക് പോണ സമയത്ത് ഇവിടെ ഒരു വലിയൊരു ചുരമുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി പ്ലേസാണ് ഈ ചുരം എന്ന് പറയുന്നത്. അതായത് രാത്രിയും പകലും വേറെ ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന്. ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫാളിങ് റോക്സ് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. നമ്മൾ കെയർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ സ്ഥലം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, കല്ലുകളൊക്കെ ഇങ്ങനെ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. എപ്പോഴൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരൊരു മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഫുൾ ലൈറ്റും സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മുകളിൽ റോപ്പ് വേ സംഭവം ഉണ്ട് കേട്ടോ. അത് എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞങ്ങൾ റോപ്പ് വേ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എൻ്റെ ഫോണിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇടുന്നുണ്ട്. നല്ല എന്താ പറയുക, താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് റോപ്പ് വേയിലൊക്കെ പോകുമ്പോൾ. ഭംഗി എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം ഇങ്ങനെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ലുക്കൊരു വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വയനാട് ചുരമൊക്കെ പോകുമ്പോൾ നമ്മൾ കാണലുണ്ടല്ലോ, മൊച്ചക്കുട്ടികൾ കുരങ്ങൻ കുട്ടികളൊക്കെ കാണലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് മരുഭൂമിയിലെ അതാണ് ഈ സംഭവം. അതായത് മരങ്ങളൊന്നുമില്ല അവർക്ക് കയറിയിരിക്കാൻ. അവരുടെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ കയറിയിരിക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ള വലിയ സ്ഥലത്തൊന്നും തീരെ മാറില്ല. ഈ ചെറിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കണ്ടിട്ട് അവന് പേടിച്ചിട്ട് ജെറിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. അത് ആ കാറിൻ്റെ ഗ്ലാസ്സുമൊക്കെ കയറിയപ്പോൾ അവന് ഭയങ്കര പേടി. ഇത് ഞങ്ങളിപ്പോൾ തായിഫ് ടൗണിൽ എത്തിയിട്ടുണ്ട്. തായിഫിലേക്ക് കടന്നു. അപ്പോൾ ഇതാക്കണു നല്ലൊരു പ്രത്യേക ഒരു കാലാവസ്ഥ ഉണ്ട് അവിടെ. അതായത് അധികം ചൂടില്ല, എന്നാൽ നല്ല തണുപ്പുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. ജിദ്ദയിലൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു വെയിലിനൊന്നും വലിയൊരു ചൂടൊന്നുമില്ല, ഒരു തണുത്ത വെയിൽ. 2 ഭാഗത്തും റോഡിൻ്റെ സൈഡിലൊക്കെ മരങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മരങ്ങൾ, ഫുൾ പച്ചപ്പാണ് കേട്ടോ ഈ തായിഫ് ഏരിയ. കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സൈഡിലും. പിന്നെ പച്ചപ്പുല്ലുകളും ഇത് കാണുന്നില്ലേ, ഇതിൻ്റെ ഒരു ഗ്രീനിഷ് നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ പോകുന്ന ദിവസം ജുമാ ദിവസമാണ് കേട്ടോ. അതായത് ഫ്രൈഡേ ആണ്. അപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടിയാണ്ട് പോയിട്ടുണ്ട്. വേഗം പള്ളി കണ്ടപ്പോൾ വേഗം നിസ്കരിക്കാൻ കയറി. അപ്പോൾ കറക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. ഇതാ തായിഫത്തെ പള്ളി. ഇപ്പോൾ തായിഫിലാണ് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ല.
വണ്ടിയിൽ ഞങ്ങൾ വണ്ടിയിലിരുന്നു. അവരൊക്കെ പോയി നിസ്കരിച്ചു. മക്കളൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇറങ്ങിയില്ല. അതായത് റോഡ് ക്രോസ് ചെയ്ത് പോകണമല്ലോ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല. അപ്പോൾ അതാ ജുമുഅ ഒക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മസ്ജിദുൽ ഖൂ എന്നാണ് ഈ ഒരു പള്ളീൻ്റെ പേര്. അതായത് 100 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് തായിഫിലെത്തിയപ്പോൾ പണിത പള്ളിയാണെന്നൊക്കെ പറയപ്പെടുന്നു, അതായത് കരുതപ്പെടുന്നു എന്നാണ് പറയണത്. ഇത് എന്താ പറയുക, 100 വർഷത്തോളം പഴക്കമുണ്ട്. ഇത് റിനോവേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും, കാരണം AC-യും സംഭവങ്ങളൊക്കെ ഇപ്പോഴുണ്ട് കേട്ടോ. ഇതിൽ നിസ്കാരമൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. അത് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഉണ്ടായില്ല. അവിടെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ AC-യും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നല്ല വൃത്തിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടൊന്നുമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എന്താ പറയുക, ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് സൂക്ഷിക്കുന്നുണ്ട് അവർ. പണ്ടത്തെ അതേപോലെയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊലത്തിലൊന്നുമല്ല കാണണ്ട കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇതാ അടുത്തത് ഞങ്ങൾ ഹസ്രത്ത് ഹലീമ ബീവി ഹൗസ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾക്കറിയില്ല, കാരണം അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പറയപ്പെടുന്നു ഇത് ഹസ്രത്ത് ഹലീമ ബീവിൻ്റെ ഹൗസാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറാണ് എനിക്ക് കിട്ടിയത്, ഹസ്രത്ത് ഹലീമ ബീവി ഹൗസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നെക്സ്റ്റ് ഞങ്ങളൊരു ഹിസ്റ്റോറിക്കൽ മോസ്കിലേക്ക് തന്നെ പോയത് കേട്ടോ. അത് എന്താ പറയുക, കോൺട്ര മോസ്ക്, മദോൻ മോസ്ക് അങ്ങനെയൊക്കെ പറയുന്ന ഈ രണ്ടും ഈ ഒരു പള്ളി തന്നെയാണ്. ഇത് ഏകദേശം 160ഓളം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത്. പിന്നെ എന്താ പറയുക, അദാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർഷകൻ മുന്തിരിപ്പഴം നൽകി എന്നൊക്കെ പറയുന്ന ഈ ഒരു പള്ളിയിൽ നിന്നാണ്, ഈ ഒരു പള്ളി വെച്ചാണ്. അതിൻ്റെ മുന്തിരിയിലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് കണ്ടില്ല, കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് അവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഗൂഗിളൊക്കെ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ അവിടെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. ഇതാണ് പള്ളി. ഈ ഒരു പള്ളി ഇവിടെ നിസ്കാരമൊക്കെ നടക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ മുസല്ലിം സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾക്ക് കയറി പോകാൻ ഇതിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതൊരു പ്രത്യേക എന്താ പറയുക, അബ്ബാസിഡ് എന്നുള്ളൊരു വാസ്തുവിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കെട്ടിടം ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒരു പുരാതന പ്രതീതി നൽകുന്ന ഒരു സംഭവമാണല്ലത്. ഇതിവിടെ പകുതി കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പരന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഒരു ഏരിയ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, പിന്നെ റോഡൊക്കെ കാണും. ഇതാ പിന്നെയും കയറി പോകുന്നുണ്ട്. ആ മിനാരത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഈ കയറി പോകുന്നത്. കുഞ്ഞ് സ്റ്റെപ്പാണ്. ഞാൻ ഫുള്ള് കയറിയില്ല കേട്ടോ. ഞാൻ പകുതി കയറാൻ നിന്നപ്പോഴേക്കുണ്ട് അവിടെ നിന്നൊക്കെ കുറേ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അതാ വരുന്നു ഓരോരുത്തർ, കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കയറിയില്ല. പിന്നെ എന്താ പറയുക, സിസ്റ്ററിൻ്റെ മോന് ഹാദിൻ്റെ കയ്യിൽ കൊടുത്തു ഫോണ്. അപ്പോൾ അവനാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. അവന് പിന്നെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവന് കയറി അങ്ങനെ പോയി ഷൂട്ട് ചെയ്തു. എന്നാൽ പിന്നെ ക്യാമറ പിടിച്ചാൽ ശരിയായിട്ടില്ല എന്നേ ഉള്ളൂ. കുറേ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇളകിയാണ് അവന് ക്യാമറ പിടിച്ചിട്ടുള്ളത്. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഇങ്ങനെ അതിൻ്റെ മുകൾക്ക് ചെന്നാൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു ആർച്ച്, പിന്നെ ഇങ്ങനെ ഒരു സ്ഥലം അങ്ങനെയാണ് കാണുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് വല്ലാതെ നിൽക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ അവിടെ. നേരത്തെ കാണിച്ചിരുന്ന പോലെ ഒരു ഫ്ലാറ്റ് സ്ഥലമൊന്നുമില്ല, അത്രേ ഉള്ളൂ അവിടെ. ഇങ്ങനെ പറയുമെന്നൊക്കെ ഒരു പേടിയാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ, ഓരോരോ അത്ഭുതങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ വേഗം സ്റ്റെപ്പ് ഇറങ്ങി പോയി. എനിക്കതിനുള്ളിൽ അധികം നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ റോഡൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ വലിയ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ മുകൾക്ക് കയറാൻ എനിക്ക് പേടിയായി. ഞാൻ കയറിയില്ല. കുട്ടികൾ കയറിയിട്ട് അതേ സ്പീഡിൽ ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നുണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ കയറാൻ നിന്നില്ല. ഇതിവിടെ അതിൻ്റെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ പള്ളിനെ കുറിച്ചിട്ടൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തു. നമുക്ക് വീട്ടിൽ പോയാൽ ഒന്നുകൂടി നോക്കി മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു. അപ്പം നമ്മൾ സിയാറത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് അങ്ങനെ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് മലകൾ, കുന്നുകൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് സലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് അതിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ കേട്ടോ, ഈ ഒരു പള്ളീൻ്റെ.
എല്ലാവരും വണ്ടി കയറി. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കേനു. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം, അവിടുന്ന് കാണാം. അപ്പോൾ ഓരോ പ്രത്യേകത ഉള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിങ്ങനെ മനസ്സിലാക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. കുറച്ച് അറിയാത്തതൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ പറയണത്. കാരണം നമുക്ക് ഗൈഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ പോയത്, പിന്നെ പരിചയമുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കേണ്ടി വന്നു, പള്ളീൻ്റെ പേരുകളും ഒക്കെ. പിന്നെ ഞങ്ങളിത് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലാട്ടോ എന്താ പറയുക, പേര് എന്തോ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നു. പിന്നെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ, ഇത് ഉച്ച സമയമാണ് കേട്ടോ, അതായത് 2 മണി 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ വെയിലിനൊന്നും വലിയ ചൂടില്ല, തണുത്ത കാറ്റാണ് ഇവിടെ. വെയിലുണ്ട് എന്നാൽ ചൂടൊന്നും ഇല്ലാത്തൊരു സുഖമുള്ളൊരു വെയിലാണ്. ഞങ്ങളിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴേക്കാണ് വന്നിട്ട് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഇനിയിപ്പോൾ തണുത്ത കാറ്റൊക്കെ അടിച്ച് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയാലും മക്കൾക്ക് അസുഖം വരുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചു. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യണത്. ടെൻറ്റൊക്കെ കെട്ടിയിട്ടും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഓരോന്ന് ചുട്ടൊക്കെ തിന്നുക. അങ്ങനെ ഇവിടെ ഒന്നും വലിയൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കണതുമൊക്കെ. അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇത് കള്ളിമുൾച്ചെടിയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് അതിന് വേണ്ട ഒരു എന്താ ഫ്രൂട്ട് കാണുന്നുണ്ടല്ലോ, ഒരു കായ കാണുന്നുണ്ടല്ലോ. അത് എന്താ പറയുക, പഴുത്താൽ കഴിക്കാൻ പറ്റുന്ന ഒരു കായാണ് കേട്ടോ അത്. ഇത് ജിദ്ദയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം അത് വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ പുറത്തൊരു ആര് പോലുള്ളൊരു മുള്ളുണ്ടാവും. മുള്ള് എന്ന് പറഞ്ഞാൽ മുള്ളിൻ്റെ അത്ര സ്ട്രോങ് അല്ല, പക്ഷേ കുഞ്ഞൊരു ആരായിരിക്കും അത് നമ്മളെ കയ്യമ്മേൽ ഇങ്ങനെ കുത്തിയാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. അത് കാണാനും കിട്ടൂല, ഒരു കുഞ്ഞൊരിതാണ്, കാണാനും കിട്ടൂല. അപ്പോൾ അതിമന്നൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഞങ്ങൾ ഇതാക്കണം. മക്കൾക്ക് ഇങ്ങനെ കയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ തോല് കളഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് അല്ലെങ്കിൽ ആ മുള്ളിങ്ങനെ കുത്തും, ആരിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ മക്കൾക്ക് നല്ലൊരു പുതിയൊരു ഇത് ചെയ്യുന്നുണ്ട്. അതിന് വെച്ചാൽ നമ്മൾ പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് പറിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അത്ര വലിയൊരു ഇതുണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ചെത്തിയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടമായിക്കാരം. അപ്പോൾ എല്ലാവരും അതിന് ക്യൂ നിൽക്കാണ് കേട്ടോ. ഇതിലൊന്നിങ്ങോട്ട് നോക്കിയാൽ രസമാവും. വിളിച്ചാലായിക്കോട്ടെ, വിളിച്ചണ്ടേ? അല്ലോ എനിക്കും ആണെന്ന് ഇവിടേക്ക് തരുവാണ്. ഇവിടെ കുറേ ആടുകളൊക്കെ മെയ്യാൻ വിട്ടിട്ടുണ്ട്. അത് അവിടെ തന്നെയാണ് കേട്ടോ. അതൊരു ഒഴിഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞ ഒരു പാടം ഏരിയ ആണ് കേട്ടോ. ഇവിടെ പല കൃഷികളും ഉണ്ട്. ഇതിൻ്റെ ആ ആടിനെ മേയ്ക്കണ അവിടെയൊക്കെ എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറം പോയാൽ ഒരു തോട്ടത്തേക്കാണ് പോണത് കേട്ടോ. അതായത് ഇതുണ്ടോ, ഇവിടെ മൾബറി ഉണ്ട്, പിന്നെ പോമഗ്രാനൈറ്റ് അതുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, അത്തിയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കേട്ടോ. ഇങ്ങനെ ഒരു തോട്ടം, വലിയൊരു തോട്ടമാണത്. ഇഷ്ടം പോലെ കാര്യമായിട്ടുള്ളത് ആ മാതളം
മാതളല്ല എന്താ പേര്, പിന്നെ അതിനുള്ള കൂടി ഞങ്ങളെല്ലാവരും അതിനുള്ള കൂടി പോയി. ഇതാണ് ഈ സംഭവം കേട്ടോ. ഇത് ഉറുമാമ്പഴം, ഞാനിങ്ങനെ പേര് മറന്നു. അപ്പോൾ ഉറുമാമ്പഴമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതിങ്ങനെ പെറുക്കി അത് പൊട്ടിച്ചൊക്കെ നോക്കി. അതങ്ങനെ ആരും വല്ലാതൊന്നും വന്ന് എടുക്കണമെന്നില്ല തോന്നുന്നുണ്ട്. അങ്ങനെ ഉണങ്ങി കിടക്കണം അതിൻ്റെ അവിടെയൊക്കെ. മക്കളൊക്കെ അവിടെ നിന്നിട്ട് നല്ലോണം മൾബറി ഒക്കെ പെറുക്കാട്ടോ. ചില കറുപ്പ് മൾബറി ഒക്കെ അതിമുണ്ട് കുറച്ച്. അപ്പം അതൊക്കെ പെറുക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു. പച്ച നല്ല പുളിയാണ് കേട്ടോ, നല്ല കറുപ്പുള്ള നല്ല മധുരമുണ്ട്. ഇതാ കറുപ്പൊക്കെ കിട്ടിക്കൊണ്ട് ചില ആൾക്കാർക്കൊക്കെ. മൾബറി ഉണ്ട്, പിന്നെ പല കൃഷി ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇത് മൾബറിയാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മൾബറിയാണ്. പിന്നെ നേരത്തെ കാണിച്ചെന്നില്ലേ കള്ളിമുൾച്ചെടി, ചിലപ്പോ കല്ലോന്നൊന്നും അറിയില്ല. ഞങ്ങൾ പറിക്കണ്ടാരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതെല്ലാ മക്കളും എല്ലാരും ഉണ്ട് നല്ല അടിപൊളിയില്. എല്ലാരും ഇതൊക്കെ പറിച്ചോണ്ട് നടക്കാണ്. ഇവിടെ തന്നെ കൊറേ വീഡിയോ ആയത്, കൊറേ നല്ല കട്ട് ചെയ്ത് ഇടേണ്ടി വരും. അത്രയും വീഡിയോ ആയത് ഫുൾ ലെങ്ത് ആവും. അപ്പൊ എനിക്കൊന്നും 2 പാട്ടാക്കി ഇടേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് ഉള്ള കാണാം. ഇത് എന്താ പറയാ, നമ്മളെ പോമഗ്രാനൈറ്റ് ഉണ്ടല്ലോ, ഉറുമാമ്പഴം ഉണ്ടല്ലോ, അതാണ്. പക്ഷെ ഇത് കൊറേ ഉണങ്ങി പോയിരുന്നു കേട്ടോ. കണ്ട ഇവിടെ ഒക്കെ കിടക്കണുണ്ട്, ഫുള്ള് ഉണങ്ങിയതാണ്. ഈ പറിക്കാതെ മൂത്തിട്ടുണ്ട്, മൂത്താണ്ട് പറിക്കാതെ ഉണങ്ങിയ പോലെയാണ് തോന്നുന്നത്. അധികാരം വന്ന് പറിക്കലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടുന്ന് പറിച്ചു. അപ്പുറത്ത് കുറെ കള്ളിമുൾച്ചെടിയും അതിന്റെ ഫ്രൂട്ടുകളും അതൊക്കെ വേറെ ഉണ്ട്. നല്ല ആ കള്ളിമുൾച്ചെടീൻ്റെ ആ ഫ്രൂട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഉണങ്ങിയതുകൊണ്ട് ചെറിയ പുളിയുണ്ട്. ഞങ്ങളൊന്ന് എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഒരു പുളിയാണ്. പിന്നെ മൾബറിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെയൊക്കെ നല്ല കുറെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. എന്താ പറയാ, നമ്മുടെ നാട്ടിലൊക്കെ വന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ. നല്ല സൂപ്പറാണ്. അതിന് എന്താ പറയാ, ഞങ്ങൾ പോട്ടെ, ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് ചീത്തവരെയൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഞങ്ങൾ പോട്ടെ, കുറേ നേരമായി ഇവിടെ നിൽക്കണം. അപ്പോൾ ആരുടെ തോട്ടത്തിൽ ഇറങ്ങിങ്ങാണ്ട് ആരെങ്കിലും വരുമെന്നാവോ. അപ്പോൾ ഞങ്ങളിനി പോട്ടെ. മറ്റേലൊക്കെ അവിടെ വണ്ടിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ്. ഓരൊക്കെ ആ എന്താ പറയാ മുൾച്ചെടീൻ്റെ ആ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് മുറിച്ചുകൊണ്ടിരിക്കണം. അവിടെ കത്തിയൊക്കെ എടുത്ത് വന്നിക്കണം എല്ലാവരും. അപ്പോൾ അത് മുറിക്കാണ്. ഞങ്ങൾ പോട്ടെ, ഇനി ആരെങ്കിലും വന്നിട്ട് ഇവിടുന്ന് പോകാനായില്ല പറഞ്ഞാൽ ആട്ടി വിടുമോന്ന് അറിയില്ല. ഇതുവരെ ഞങ്ങൾ ആരും ചീത്തക്ക് വന്നില്ല. അപ്പം വിമാനമൊക്കെ പോകുന്നുണ്ട്. എവിടെ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ ഫ്രൂട്ടൊക്കെ പറിച്ച് ഞങ്ങൾ കുറച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടോ. അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല. അവർ ആളുകളൊക്കെ ഉണ്ട് അവിടെ, അതൊന്നും പറയണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, സാധനങ്ങളൊക്കെ വണ്ടിക്ക് കയറ്റി വെച്ചു. ഞങ്ങളിതാ പോവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പാർട്ട് നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ടിലിടാം കേട്ടോ. നെക്സ്റ്റ് കുറേ ഉണ്ട്, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഇടാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.